ഹലോ, കുറേ ദിവസമായി ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നാണ് എനിക്ക് ആ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. കാരണം സിനിമാ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഒരു 5-8 വർഷം മുമ്പ് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു തിരക്കഥ എഴുതി. ആ തിരക്കഥനെ സിനിമയാക്കാൻ നടന്നു. എന്നിട്ട് അവസാനം ആ സിനിമ പൂട്ടിക്കെട്ടി പെട്ടിയിൽ അടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ പേര് ഓഡീഷൻ എന്ന് പോലുമായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഓഡീഷൻ്റെ മറവിൽ നടക്കുന്ന ഒരുപാട് വഞ്ചനകൾ, ഒരുപാട് പീഡനങ്ങളുടെ കഥ അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ അത് എനിക്ക് പറയാൻ പറ്റിയില്ല. ഇന്ന് സിനിമാ മേഖലയിൽ പ്രശസ്തരായിട്ടുള്ള നമ്മുടെ ആരൊക്കെ, രഞ്ജിത്ത് സാറ്, അതേപോലെ തന്നെ ബാബുരാജ്, അതുപോലുള്ള മുകേഷ്, പിന്നെ അങ്ങനെ ഒരുപാട് പ്രശസ്തർ ഇങ്ങനെ എന്നെ പീഡിപ്പിച്ചു, അവരെന്നെ കുണ്ടനടിച്ചു, എന്നെ അങ്ങനെ ചെയ്തു, എന്നെ എന്തൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് എത്ര പീഡനങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഈ പീഡനങ്ങളൊക്കെ കുറേ കാലങ്ങൾ മുമ്പേ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ പീഡനങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊന്നും ഒരു പീഡനമല്ല. ഇപ്പോൾ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് പീഡനത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ ആൾക്കാരും ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവരെ ഇങ്ങനെ ഒന്നും ഇല്ലാതാക്കാൻ നോക്കുന്നു. ഈ പ്രശസ്തരല്ലാത്ത എത്ര പേരുണ്ടെന്നറിയുമോ? സിനിമയുടെ മറവിൽ സിനിമയുടെ പേര് പറഞ്ഞിട്ട്, സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയുടെ പേര് പറഞ്ഞിട്ട് വഞ്ചിക്കുന്ന എത്ര പേരുണ്ടെന്നറിയുമോ? എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സിനിമയുടെ പിറകെ നടന്ന ഒരു 5-8 വർഷം ആ സമയത്തുണ്ടായിരുന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ടായിരുന്നു. ആ അനുഭവങ്ങളെ കൂട്ടിയിണക്കിയിട്ടായിരുന്നു ഞാനൊരു സിനിമ നിർമ്മിക്കാൻ വേണ്ടി, ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി തിരക്കഥ എഴുതിയത്. 2 അട്ടി, ഇത്ര അട്ടിയുള്ള 2 അട്ടി പേജ്, ഒരു 253 പേജുള്ള ഒരു തിരക്കഥ ഉണ്ടാക്കിയത്. പക്ഷെ അതിൻ്റെ അകത്ത് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിതിപ്പം പറയുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരുപാട് പേര് പുതിയ കഥകൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇപ്പം പ്രശസ്തരായിട്ടുള്ള ഓരോ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് അവരെന്നെ പീഡിപ്പിച്ചു, ഇവരെന്നെ പീഡിപ്പിച്ചു എന്ന് ഓരോ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവരൊക്കെ ഇന്നലെയല്ല ഒരുപാട് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു പീഡനമായിരിക്കില്ല. ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ സ്വമേധയാ അറിഞ്ഞുകൊണ്ട് അവർ എനിക്കെന്തെങ്കിലും നേട്ടം കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെത്താൻ പോയി നിന്നോടത്താണ്. ഇപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ അവരെന്നെ പീഡിപ്പിച്ചു, ഇവരെന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഇതൊന്നും